കേരള സർവകലാശാല സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പിൽ ഇടതിന് മുന്നേറ്റം. 5 സീറ്റുകളിൽ ഇടത് സ്ഥാനാർത്ഥികൾ വിജയിച്ചു. നിലവിൽ 12 സീറ്റിൽ 8ലും ഇടത് സ്ഥാനാർത്ഥികൾക്ക് വിജയം. വിവരങ്ങൾ നൽകാൻ നൃപൻ ചക്രവർത്തി തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. നൃപൻ, സംഘപരിവാർ അജണ്ട നടപ്പാക്കിക്കൊണ്ട് കേരള സർവകലാശാല സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിനു വേണ്ടിയുള്ള നീക്കം, അതാണ് നമ്മൾ കഴിഞ്ഞ മണിക്കൂറിൽ കണ്ടത്. പക്ഷേ ഇതാ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതിന് വലിയ മുന്നേറ്റമുണ്ടാകുന്നു. 5 സീറ്റുകളിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്ക് വിജയമുണ്ടാകുന്നു. വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും അഞ്ജന, നിർണായകമായ കേരള സർവകലാശാല സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പിൽ ഇടത് മുന്നണി സ്ഥാനാർത്ഥികൾക്ക് വലിയ മുന്നേറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. ആകെ 12 സീറ്റുകളാണുള്ളത്. നേരത്തെ തന്നെ 3 സ്ഥാനാർത്ഥികൾ, ഇടത് സ്ഥാനാർത്ഥികൾ, അനുകൂല സ്ഥാനാർത്ഥികൾ 3 പേർ എതിരില്ലാതെ വിജയിച്ചിരുന്നു. അതിനുശേഷം ഇന്ന് തെരഞ്ഞെടുപ്പ് നടന്നത് 9 സീറ്റുകളിലാണ്. അതിൽ 5 സീറ്റുകളിലും ഇടത് മുന്നണിയുടെ സ്ഥാനാർത്ഥികളാണ്, ഇടത് അനുകൂല സംഘടനാ നേതാക്കളാണ് വിജയിച്ചിട്ടുള്ളത്. അതിൽ ഓരോരുത്തരുടെ പേര് പരിശോധിക്കുകയാണെങ്കിൽ പ്രമോദ്, വിനോദ് കുമാർ, അജയ്, റഹീം, പ്രകാശ് എന്നിവരാണ് വിജയിച്ചിട്ടുള്ളത്. ഇപ്പോൾ നേരത്തെ എതിരില്ലാതെ വിജയിച്ച 3 സ്ഥാനാർത്ഥികളും ഒപ്പം 5 സ്ഥാനാർത്ഥികളുടെ ഇപ്പോൾ തെരഞ്ഞെടുപ്പിലൂടെ വിജയിച്ചു കൂടി പരിശോധിക്കുകയാണെങ്കിൽ ആകെ 8 സ്ഥാനാർത്ഥികളുടെ വിജയം ഇടതുമുന്നണി ഉറപ്പായി കഴിഞ്ഞു. ഇനിയും കൗണ്ടിംഗ് തുടരുകയാണ്. ഇനിയും ഇടതു സ്ഥാനാർത്ഥികളുടെ വിജയം ഇടത് അനുഭാവികൾ, പ്രത്യേകിച്ച് സംഘടനാ നേതാക്കൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ആദ്യത്തെ വോട്ടിംഗ് പാനലിൽ ആദ്യത്തെ വോട്ട് നില പരിശോധിക്കുമ്പോൾ തന്നെ 5 സീറ്റുകളിൽ ഇടതുമുന്നണി വിജയം ഉറപ്പാക്കിയിട്ടുണ്ട്. മറ്റൊരു സ്ഥാനാർത്ഥി BJP അനുകൂല സ്ഥാനാർത്ഥിയായിട്ടുള്ള TR മനോജും വിജയിച്ചിട്ടുണ്ട്. അങ്ങനെ ആകെ 6 പേരുടെ ഫലം മാത്രമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വന്നിട്ടുള്ളത്. അതിൽ 5ഉം ഇടത് സ്ഥാനാർത്ഥികൾക്കാണ് വിജയം. ഒപ്പം തന്നെ നേരത്തെ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട 3 സ്ഥാനാർത്ഥികളോട് പരിശോധിക്കുകയാണെങ്കിൽ ആകെ 12 അംഗ പാനലിൽ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ആകെ കണക്കിൽ 8 പേരുടെ വിജയം ഇടത് അനുകൂല സംഘടനകൾക്കാണ്. ബാക്കി വിവരങ്ങൾ കൂടി ഇപ്പോൾ സെക്കൻഡ് വോട്ട് അനുസരിച്ചിട്ടുള്ള കൗണ്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൂടി വരുമ്പോൾ ശക്തമായ മേൽക്കൈ 10 സീറ്റ് 12ൽ 10 സീറ്റും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ വിജയിച്ചു വരും എന്നതാണ് സംഘാടകർ പ്രതീക്ഷിക്കുന്നത്. നേരത്തെ അഞ്ജന സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞെടുപ്പ് ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള വലിയ തരത്തിലുള്ള ശ്രമമുണ്ടായി. കോടതി വ്യവഹാര നടപടികളിലേക്ക് പോയി. VC തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് പൂർത്തിയാക്കിയ ശേഷം ഫലം പ്രഖ്യാപിക്കുന്നതിന് വോട്ടെണ്ണൽ തടസ്സപ്പെടുത്തുന്ന സമീപനങ്ങൾക്ക് പോയി. കോടതി ആത്യന്തികമായി VCക്കെതിരെ കനത്ത തിരിച്ചടിയാണ് കോടതി ഉത്തരവിലുണ്ടായത്. തുടർന്നാണ് വോട്ടെണ്ണലിലേക്ക് പോയത്. വോട്ടെണ്ണുമ്പോൾ ഇടത് അനുകൂല സംഘടനാ നേതാക്കൾ മത്സരിച്ച സ്ഥാനാർത്ഥികളൊക്കെ വിജയിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. 12ൽ 10 സീറ്റിലും ഇടത് സ്ഥാനാർത്ഥികൾ തന്നെ വിജയിക്കുമെന്നാണ് പ്രതീക്ഷ. ഇപ്പോൾ ആകെ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട 3 സ്ഥാനാർത്ഥിയും ഇപ്പോൾ വോട്ടെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട 5 സ്ഥാനാർത്ഥികളെ കണക്ക് പരിശോധിക്കുമ്പോൾ 8 സ്ഥാനാർത്ഥികൾ ഇടത് സ്ഥാനാർത്ഥികൾ വിജയിച്ചിട്ടുമുണ്ട്. അഞ്ജന, നിർബൻ, ഈ 8 സ്ഥാനാർത്ഥികൾ വിജയിച്ചിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ ഈ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ കണ്ടത് ഒരുപക്ഷെ ഈ ഒരു വിജയം തടയുന്നതിന് വേണ്ടിയുള്ള തന്ത്രങ്ങൾ കൂടിയായിരിക്കാം. കാരണം സംഘപരിവാർ അജണ്ട അത് നടപ്പിലാക്കുന്നതിന് വേണ്ടി BJP എന്താണോ നിലപാടെടുത്തത് അതേ നിലപാടിനൊപ്പം ചേർന്ന് നിൽക്കുന്ന ഗവർണറുടെ ഒരു എന്താ പറയുക, വാലാൾ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള അത്തരമൊരു ചട്ടുകമായി പ്രവർത്തിക്കുന്ന SFI പറഞ്ഞത് വളരെ കൃത്യമാണ്. ഈ സംഘപരിവാറിന്റെ ചട്ടുകമായി പ്രവർത്തിക്കുന്ന കേരള VCയാണ് നമ്മൾ കഴിഞ്ഞ മണിക്കൂറിൽ കണ്ടത്. നിലപാടുകൾ മാറ്റി മാറ്റി എടുത്തുകൊണ്ടിരിക്കുന്ന വൈസ് ചാൻസലർ. ഇപ്പോഴിതാ നമുക്കറിയുന്നത് പോലെ 12 സീറ്റുകളിൽ ഇത്രയും വിജയം ഉണ്ടാകുന്നു. 5 സീറ്റുകളിൽ ഇപ്പോൾ തന്നെ വിജയിച്ചിരിക്കുന്നു. 3 സീറ്റുകൾ നേരത്തെ തന്നെ ഇടതുമുന്നണി വിജയിച്ചതാണ്. അപ്പോൾ സ്വാഭാവികമായും ഇത്രയും സീറ്റുകളിൽ ജയമുണ്ടാകുമ്പോൾ അത് തടയുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കം കൂടി ആയിരിക്കാം ഒരുപക്ഷെ നേരത്തെ കണ്ടത്. റിബൻ, തീർച്ചയായും വിദ്യാർത്ഥികളുടെ തരത്തിലും വിവിധ വിഭാഗങ്ങളുടെ ഭാഗത്തുള്ള നോമിനിയും പരിശോധിക്കുമ്പോൾ SFI ഇടത് അനുകൂല സംഘടനകൾക്ക് വലിയ തരത്തിലുള്ള ഭൂരിപക്ഷമുള്ള ഒരു സെനറ്റ് തന്നെയാണ് കേരള സർവകലാശാലയിൽ നിലവിലുണ്ടായിരുന്നത്. അത് സ്വാഭാവികമായ ഒരു തെരഞ്ഞെടുപ്പ്, സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിൽ വിജയം ഇടത് അനുകൂല സംഘടനകളുടെ പ്രതിനിധികൾക്കായിരിക്കുമെന്ന കാര്യം ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ തന്നെ അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തിയത്. ഗവർണർ തന്നെ നേരിട്ട് നോമിനികളായ 5 പേരെ നിയമിച്ചതിൽ ചട്ടലംഘനമുണ്ട്, അവർക്ക് മതിയായ യോഗ്യതയില്ല എന്ന നിലപാട് ഉയർത്തി വലിയ തരത്തിലുള്ള പ്രതിഷേധമുണ്ടായി. കോടതിയിൽ പോയി. കോടതിയിൽ നിന്ന് അവർക്ക് വലിയ തരത്തിലുള്ള പ്രഹരമേറ്റിട്ടുണ്ട്. ആകെ 17 പ്രതിനിധികൾ, സെനറ്റ് അംഗങ്ങളിൽ 17 പ്രതിനിധികൾ ഗവർണറുടെ നോമിനിയായിട്ടുണ്ട്. ആ പ്രതിനിധികളുടെ വോട്ട് കൊണ്ടാണ് ഒരു BJP അനുകൂല സംഘടനാ നേതാവ് വിജയിച്ചിട്ടുള്ളത്. ബാക്കി മുഴുവൻ സ്ഥലങ്ങളിലും ഭൂരിപക്ഷം ഇടത് അനുകൂല സംഘടനകൾക്കാണ്. ഏതു തരത്തിലുള്ള സംഘപരിവാർ അജണ്ട നടപ്പിലാക്കാനുള്ള ഗവർണറുടെ നേതൃത്വത്തിൽ നടത്തുന്ന
ശ്രമങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകുന്ന ഒരു VC ആയി കേരള സർവകലാശാലയുടെ VC മോഹനൻ കുന്നുമ്മൽ മാറി എന്ന് തന്നെയാണ് ഇടതുപക്ഷ സംഘടനകളുടെ വ്യാപകമായ വിമർശനം. അതുതന്നെയാണ് ഇന്ന് തെരഞ്ഞെടുപ്പിൽ കണ്ടത്. രാവിലെ 8:30 തെരഞ്ഞെടുപ്പ് നടപടികൾ ആരംഭിച്ച് 97 പേരും 10 മണിയോടുകൂടി വോട്ടിംഗ് പൂർത്തിയാക്കി, പോളിംഗ് മുഴുവൻ പൂർത്തിയാക്കിയ ശേഷമാണ് പൊടുന്നനെ VC പറയുന്നത് ഇന്ന് വോട്ടെണ്ണൽ നടക്കില്ല എന്ന കാര്യം. പക്ഷേ വലിയ തരത്തിലുള്ള പ്രതിഷേധമുണ്ടായി. കോടതി നടപടികളിലൂടെ VCക്ക് വലിയ തിരിച്ചടി നേരിട്ടു. 3 മണിക്ക് ശേഷമാണ് അവസാന സമരങ്ങൾക്കൊടുവിൽ ഇന്ന് വോട്ടെണ്ണാൻ തീരുമാനിച്ചത്. വോട്ടെണ്ണൽ പൂർത്തിയാകാൻ ഇനി കുറച്ച് നിമിഷങ്ങൾ കൂടിയേ ബാക്കിയുള്ളൂ. ആദ്യഘട്ടത്തിൽ തന്നെ ഇടതു സ്ഥാനാർത്ഥികൾക്ക് വലിയ മുന്നേറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. നേരത്തെ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട 3 സ്ഥാനാർത്ഥികളുടെ കണക്ക് കൂടി പരിശോധിക്കുമ്പോൾ 12 അംഗ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ആകെ കണക്കെടുപ്പിൽ 8 സ്ഥലങ്ങളിലും 8 സീറ്റുകളിലും ഇടത് സ്ഥാനാർത്ഥികൾ വിജയിച്ചിരിക്കുന്നു. വലിയ തരത്തിലുള്ള കുതന്ത്രങ്ങളും ശ്രമങ്ങളും ഗവർണർ തന്നെ നോമിനേറ്റ് ചെയ്ത 17 അംഗങ്ങൾ ഉണ്ടായിട്ട് പോലും ഒരു BJP കാൻഡിഡേറ്റ് മാത്രമാണ് ഇപ്പോൾ വിജയിക്കാനായിട്ടുള്ളത്. UDFന് പ്രത്യേകിച്ച് വിജയമുണ്ടാകും എന്ന തരത്തിൽ ഒരു സീറ്റിൽ അവർക്ക് വിജയിച്ച് വരാൻ കഴിയുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ആദ്യഘട്ടത്തിൽ അവർക്ക് ഇതുവരെ വിജയമുണ്ടായിട്ടില്ല. ഇനി സെക്കൻഡ് വോട്ടുകൾ എണ്ണി വരുമ്പോൾ മാത്രമേ പാനലിൽ UDFിലെ ഏതെങ്കിലും നോമിനി വിജയിച്ചിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ ഇടത് അനുകൂല സംഘടനകൾ തിരഞ്ഞെടുപ്പിൽ ചുക്കാൻ പിടിച്ച നേതാക്കൾ പറയുന്നത് 12-ൽ 10 സീറ്റിലും ഇടത് സ്ഥാനാർത്ഥികൾ തന്നെ വിജയിക്കുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോഴും വച്ച് പുലർത്തുന്നത്. എല്ലാ തരത്തിൽ ഉള്ള അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളെയും പരാജയപ്പെടുത്തിക്കൊണ്ട് കേരള സർവകലാശാല സിൻഡിക്കേറ്റിൽ ഇടത് അനുകൂല സംഘടനകൾക്ക് സിൻഡിക്കേറ്റിൽ വലിയ ഭൂരിപക്ഷം ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഗവർണർ നടത്തിയ, പ്രത്യേകിച്ച് VCയുടെ നേതൃത്വത്തിൽ VC ഉപയോഗിച്ചുകൊണ്ട് ഗവർണർ നടത്തിയ എല്ലാ തരത്തിലുള്ള നീക്കങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്നു. കോടതിയിൽ നിന്ന് പ്രഹരമേൽക്കുന്നു. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമത്തിന് വലിയ തരത്തിലുള്ള തിരിച്ചടി ഉണ്ടാകുന്നു. പക്ഷേ ജനാധിപത്യ പ്രക്രിയയിൽ ആത്യന്തികമായി ഇടത് അനുകൂല സംഘടനകൾ ഉയർത്തിയ ആവശ്യങ്ങൾ തന്നെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. അവർ തന്നെ വിജയിക്കുന്ന കാഴ്ചയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ അറിയാനാകുന്നത്. ഇനി ബാക്കി വോട്ടുകൾ കൂടി എണ്ണിത്തീരുമ്പോൾ 12-ൽ 10 വിജയിക്കുമെന്ന അവരുടെ അവകാശവാദം കഴമ്പുണ്ട്. അവർ വിജയിക്കുമെന്ന ആത്മവിശ്വാസമാണ് ഇടത് അനുകൂല സംഘാടകർ പറയുന്നത്. ശരി, നൃപൻ ചക്രവർത്തിയാണ് തിരുവനന്തപുരത്ത് കേരള സർവകലാശാലയിൽ നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്.